2024 ഓഗസ്റ്റ് 22 വ്യാഴം. ഇന്ന് 1200 ചിങ്ങം 6. വാർത്തകൾ വായിക്കുന്നത് ജി രവി. മുണ്ടക്കൈ ചൂരൽമല പുഴ ഒഴുകുന്നത് ഏറെ മാറി. പുഴയോട് ചേർന്ന് 30 മുതൽ 300 മീറ്റർ വരെയുള്ള തീരം സുരക്ഷിതമല്ല. പുനരധിവാസത്തിന് കണ്ടെത്തിയ 24 സ്ഥലങ്ങളിൽ 5 സുരക്ഷിതമെന്ന് വിദഗ്ധ സമിതി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തഭൂമിയിൽ പുഴയോട് ചേർന്ന് 30 മുതൽ 300 മീറ്റർ വരെയുള്ള തീരം സുരക്ഷിതമല്ലെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്. ഉരുൾപൊട്ടൽ പ്രഭവസ്ഥാനത്തോട് ചേർന്ന ആദ്യ ജനവാസ മേഖലയായ പുഞ്ചിരിമട്ടം മുതൽ ചൂരൽമല ടൗൺ വരെ പുഴയോരത്തായിരുന്നു പരിശോധന. ഉരുൾപൊട്ടലുണ്ടായി നാശം വിതച്ച പുഴയുടെ ഇരുകരകളിലും 100 മീറ്റർ ഇടവിട്ട് ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടെ സംഘം നടത്തിയ പഠനത്തിലാണ് സുരക്ഷിത മേഖലകൾ കണ്ടെത്തിയത്. മുണ്ടക്കൈ ടൗൺ, ചൂരൽമല എന്നിവിടങ്ങളിൽ പലയിടങ്ങളിലും പുഴയോരത്തു നിന്ന് 300 മീറ്റർ വരെ മനുഷ്യവാസയോഗ്യമല്ല. നേരത്തെ പുഴയുടെ അതിരുണ്ടായിരുന്നിടത്തു നിന്ന് ഏറെ മാറിയാണ് നിലവിൽ പുഴയൊഴുകുന്നത്. പുഴയുടെ പുതിയ അതിരുകൾ കണക്കിലെടുത്താണ് സുരക്ഷിത സ്ഥലങ്ങളേതെന്ന് വിദഗ്ധ സംഘം നിശ്ചയിച്ചത്. ഇക്കാര്യത്തിൽ ഭൂമിയുടെ കിടപ്പും മണ്ണിൻ്റെ ഘടനയും പുഴയുടെ ഒഴുക്കുമെല്ലാം നിർണായകമായി. വിദഗ്ധ സംഘത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചാകും ചൂരൽമലയിലും മുണ്ടക്കൈയിലും അവശേഷിക്കുന്ന വാസയോഗ്യമായ വീടുകളിലേക്ക് ആളുകളെ തിരിച്ചെത്തിക്കുക. പുഴയുടെ തുടക്കഭാഗത്ത് ഇടതുകരയോട് ചേർന്ന് കൂടുതലും തോട്ടം മേഖലയാണ്. പുഞ്ചിരിമട്ടം മുതൽ താഴേക്ക് വലതുഭാഗം കേന്ദ്രീകരിച്ച് കൂടുതൽ ജനവാസ മേഖലകളുണ്ട്. ഇവിടെ ഭൂരിപക്ഷം സ്ഥലങ്ങളിലും വാസയോഗ്യമല്ലാതായി കഴിഞ്ഞെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി സർക്കാർ കണ്ടെത്തിയ 24 സ്ഥലങ്ങളും വിദഗ്ധ സംഘം പരിശോധിച്ചു. ഇതിൽ 5 സ്ഥലങ്ങൾ സുരക്ഷിതമാണെന്നാണ് സംഘം റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ റിട്ടയർഡ് ശാസ്ത്രജ്ഞനായ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വിദഗ്ധ സംഘത്തെ നിയോഗിച്ചത്. CWRDM പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റും മേധാവിയുമായ ഡോക്ടർ TK ദൃശ്യ, സൂറത്കൽ NIT അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീവത്സൻ കൊളത്തയാർ, ജില്ലാ മണ്ണു സംരക്ഷണ ഓഫീസർ താര മനോഹരൻ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഹസാർഡ് ആൻഡ് റിസ്ക് അനാലിസ്റ്റ് P പ്രദീപ് എന്നിവരും സംഘത്തിലുണ്ട്. മന്ത്രിസഭാ തീരുമാനം. പുതിയ 2325 അധ്യാപക അനധ്യാപക തസ്തികകൾ. 10ാം ക്ലാസ് വരെയുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലാണ് തസ്തികകൾ അനുവദിച്ചത്. സംസ്ഥാനത്തെ 10ാം ക്ലാസ് വരെയുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ കഴിഞ്ഞ അധ്യയന വർഷത്തെ തസ്തിക നിർണയത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2325 അധ്യാപക അനധ്യാപക തസ്തികകൾ അനുവദിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. സർക്കാർ മേഖലയിലെ 513 സ്കൂളുകളിൽ 957 തസ്തികകളും 699 എയ്ഡഡ് സ്കൂളുകളിൽ 1368 തസ്തികകളുമാണ് അധികമായി അനുവദിക്കുക. ഇതിനായി പ്രതിമാസം 8.47 കോടി രൂപ അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്നാണ് സർക്കാർ കണക്ക്. 2023 ഒക്ടോബർ 1 മുതൽ മുൻകാല പ്രാബല്യം നൽകിയാണ് തസ്തികകൾ അനുവദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ അധ്യയന വർഷം 10ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളിൽ 3764 തസ്തികകളാണ് നഷ്ടമായത്. മുൻ വർഷങ്ങളിൽ തസ്തിക നഷ്ടപ്പെട്ട സംരക്ഷിത അധ്യാപകരെ പുനർവിന്യസിച്ച ശേഷം ബാക്കിയുള്ള ഒഴിവിലേക്കാണ് പുതിയ നിയമനങ്ങൾ നടത്തുക. അതേസമയം ഈ അധ്യയന വർഷത്തെ തസ്തിക നിർണയ നടപടികൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഓരോ അധ്യയന വർഷവും സ്കൂളിലെ കുട്ടികളുടെ എണ്ണം അനുസരിച്ച് അധ്യാപക അനധ്യാപക പുനർവിന്യാസവും അധിക നിയമനവും നടത്തുന്നതിനാണ് തസ്തിക നിർണയം നടത്തുക. സ്കൂളുകളിലെ 6ാം പ്രവൃത്തി ദിനത്തിലെ കുട്ടികളുടെ കണക്കനുസരിച്ച് ജൂലൈ 15 മുൻപ് തസ്തിക നിർണയം പൂർത്തിയാക്കണമെന്നാണ് വിദ്യാഭ്യാസ ചട്ടം. അതനുസരിച്ച് കഴിഞ്ഞ അധ്യയന വർഷം സ്കൂളുകളിൽ നടത്തേണ്ട അധിക നിയമനങ്ങളാണ് ഈ അധ്യയന വർഷം നടത്തുക. ഇത് PSCക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാകും നിലവിലുള്ള റാങ്ക് ലിസ്റ്റുകളിൽ നിന്നുള്ള നിയമനം. ഈ അധ്യയന വർഷത്തെ തസ്തിക നിർണയ കണക്ക് സർക്കാർ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും സ്കൂളുകളിൽ കുട്ടികൾ മുൻ വർഷത്തേക്കാൾ കുറഞ്ഞതിനാൽ കൂടുതൽ തസ്തികകൾ നഷ്ടപ്പെടാനാണ് സാധ്യത. ഈ വർഷത്തെ തസ്തിക നിർണയം അനുസരിച്ചുള്ള പുനർവിന്യാസം നടന്നിരുന്നു. എന്നാൽ എത്ര പുതിയ തസ്തികകൾ ഉണ്ടാകുമെന്ന് ഇതുവരെ വ്യക്തതയില്ല. ഇതും വൈകാതെ മന്ത്രിസഭാ യോഗത്തിൻ്റെ പരിഗണനയ്ക്ക് വരുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഹിസ്ബുല്ല ഇസ്രയേൽ സംഘർഷം രൂക്ഷം. ഗാസയിലെ വെടിനിർത്തലിനായി US-ന്റെ നേതൃത്വത്തിലുള്ള സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഇസ്രായേലും ലെബനിലെ ഹിസ്ബുല്ലയുമായുള്ള പോരാട്ടം രൂക്ഷമാകുന്നു. ബെക്ക താഴ്വരയിലുള്ള ഹിസ്ബുല്ലയുടെ ആയുധപ്പുരകൾ ഇസ്രായേൽ ആക്രമിച്ചതിന് പിന്നാലെ ഇസ്രായേൽ അധിനിവേശ ഗോലാൻ കുന്നുകളിലേക്ക് അടക്കം ഹിസ്ബുല്ല തുടർച്ചയായ റോക്കറ്റ് ആക്രമണം നടത്തി. ഇസ്രായേൽ സൈന്യത്തിൻ്റെ ശ്രദ്ധ നിലവിൽ ലെബനൻ അതിർത്തിയിലാണെന്ന് പ്രതിരോധ മന്ത്രി യോയാവ് ഗാലന്റ് പറഞ്ഞു.
ഗാസ വെടിനിർത്തലിന് ദിവസങ്ങളായി തുടരുന്ന ചർച്ചകളിൽ തീരുമാനമാകാതെ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇന്നലെ മടങ്ങി. വരും ദിവസങ്ങളിലും ചർച്ചകൾ തുടരുമെന്ന് അദ്ദേഹം ദോഹയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കരാറിലെ വ്യവസ്ഥകളോട് ഇസ്രായേൽ സമ്മതിച്ചതായും ഇനി ഹമാസിന്റെ തീരുമാനമാണ് ഉണ്ടാവേണ്ടതെന്നും ബ്ലിങ്കൻ പറഞ്ഞു. എന്നാൽ പുതുതായി US കൊണ്ടുവന്ന കരാർ മുൻപ് സമ്മതിച്ചതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് ഹമാസ് ആരോപിച്ചു. ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 40,223 വർദ്ധിച്ചു. മോസ്കോയിലേക്ക് 45 ഡ്രോണുകൾ പറത്തി ഉക്രൈൻ, എല്ലാം തകർത്തെന്ന് റഷ്യ. റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലേക്ക് രാത്രിയിൽ ഉക്രൈനിൽ നിന്ന് പാഞ്ഞെത്തിയത് 45 ഡ്രോണുകൾ, എല്ലാം തകർത്തതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. മോസ്കോ ലക്ഷ്യമിട്ടുള്ള ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമായിരുന്നു ഇതെന്ന് റഷ്യ ആരോപിച്ചു. ഡ്രോണുകൾ തകർക്കുന്നതിൻ്റെ വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു. അതേസമയം ഉക്രൈൻ സമ്പൂർണ്ണമായി അടിയറവ് പറയുന്നതുവരെ ചർച്ചയില്ലെന്നും യുദ്ധം തുടരുമെന്നും റഷ്യൻ സെക്യൂരിറ്റി കൗൺസിൽ ഉപമേധാവി ദിമിത്രി മെദ്വെദേവ് പറഞ്ഞു. വൈദ്യുതി വാങ്ങൽ പീക്ക് സമയത്ത് 10 ദിവസത്തേക്ക് 500 മെഗാവാട്ട് വൈദ്യുതി വാങ്ങും. പ്രതിസന്ധി മുൻകൂട്ടി കണ്ട് വൈദ്യുതി ഉറപ്പാക്കാനുള്ള സംവിധാനമാണ് ടാം. ഉത്തരേന്ത്യൻ നിലയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതിയിലുണ്ടായ അപ്രതീക്ഷിത കുറവ് കണക്കിലെടുത്ത് അടുത്തയാഴ്ച 500 മെഗാവാട്ട് വൈദ്യുതി ടേം എഹെഡ് മാർക്കറ്റിൽ നിന്നും വാങ്ങാൻ ധാരണയായി. വരാനിരിക്കുന്ന വൈദ്യുതി ക്ഷാമം കണക്കാക്കി നിശ്ചിത സമയപരിധിയിൽ വൈദ്യുതി ഉറപ്പാക്കാൻ ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചിന് കീഴിലുള്ള സംവിധാനമാണ് ടാം. വൈദ്യുതി ഉപയോഗം ഏറ്റവും കൂടിയ രാത്രി സമയത്ത്, അതായത് പീക്ക് സമയത്ത് 500 മെഗാവാട്ട് വീതം 10 ദിവസത്തേക്ക് വാങ്ങാനാണ് തീരുമാനം. സംസ്ഥാനത്ത് ഉയർന്ന വൈദ്യുതി ആവശ്യകതയ്ക്ക് പുറമെ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കാലയളവിലെ മഴക്കാലത്ത് വൈദ്യുതി തിരികെ നൽകാമെന്ന സ്വാപ്പ് കരാറിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വേനൽക്കാലത്ത് വാങ്ങിയ വൈദ്യുതിയും തിരികെ നൽകേണ്ടതിനാൽ പ്രതിസന്ധിയുണ്ടാകുമെന്ന് കണക്കാക്കിയാണ് ടാമിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്നത്. ശരാശരി 10 രൂപ നിരക്കിൽ ലഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. കെട്ടിട നികുതി മുൻകൂർ അടച്ചാൽ ഇളവ് അടുത്ത വർഷം മുതൽ പ്രാബല്യം. പഞ്ചായത്തുകളിലേക്കും നഗരസഭകളിലേക്കും വാർഷിക വസ്തുനികുതി സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ മാസമായ ഏപ്രിൽ 30-നകം മുൻകൂറായി അടയ്ക്കുന്നവർക്ക് 5% ഇളവ് അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി. അടുത്ത വർഷം ഏപ്രിൽ മുതലാണ് പ്രാബല്യം. ഇതിനായി കേരള പഞ്ചായത്ത് രാജ്, കേരള മുനിസിപ്പാലിറ്റി നിയമങ്ങളിലെ വസ്തുനികുതി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തും. തദ്ദേശ സ്ഥാപനങ്ങളിൽ കെട്ടിട നികുതി സാധാരണ ഏപ്രിൽ 1 മുതൽ സെപ്റ്റംബർ 30 വരെയും ഒക്ടോബർ 1 മുതൽ മാർച്ച് 31 വരെയും എന്നിങ്ങനെ 2 അർദ്ധവർഷങ്ങളിലായിട്ടാണ് ഈടാക്കുന്നത്. പൊതുവെ ജനങ്ങൾ അർദ്ധവർഷത്തിൻ്റെ അവസാനമാണ് നികുതി അടയ്ക്കുക. ഇത് കാരണം ആദ്യ മാസങ്ങളിലെ ചെലവുകൾ നടത്താൻ തദ്ദേശ സ്ഥാപനങ്ങൾ പ്രയാസം നേരിടുന്നു. അതിനാൽ അർദ്ധവർഷത്തെ ആദ്യ മാസങ്ങളിൽ തന്നെ വസ്തുനികുതി അടയ്ക്കാൻ പ്രോത്സാഹനം നൽകുന്നതിൻ്റെ ഭാഗമായാണ് നടപടി. സ്പേസ് കോഴ്സ് ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളിൽ ബഹിരാകാശ പഠനം ഡിഗ്രി ക്ലാസുകളിലും പാഠ്യപദ്ധതി പുറത്തിറക്കി. റോക്കറ്റ് നിർമ്മാണവും ഉപഗ്രഹ വിക്ഷേപണവും ഇനി ഡിഗ്രി ക്ലാസുകളിലും പഠിക്കാം. സ്പേസ് ടെക്നോളജിയിലെ മാതൃകാ പാഠ്യപദ്ധതി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനവും അഖിലേന്ത്യാ സാങ്കേതിക വിദ്യാഭ്യാസ കൗൺസിലും ചേർന്ന് അവതരിപ്പിച്ചു. ഇതിൻ്റെ ഭാഗമായുള്ള ഇൻട്രൊഡക്ഷൻ ടു ഫൈനൈറ്റ് എലമെൻറ്റ്സ് അനാലിസിസ് എന്ന പാഠപുസ്തകം ISRO ചെയർമാൻ S. സോമനാഥ്, വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ ഡയറക്ടർ ഡോക്ടർ S. ഉണ്ണികൃഷ്ണൻ നായർ എന്നിവർ ചേർന്നാണ് തയ്യാറാക്കിയത്. സ്പേസ് ടെക്നോളജിയിൽ ബിരുദാനന്തര കോഴ്സുകൾക്കുള്ള പാഠ്യപദ്ധതി നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെൻറ്റർ വഴിയാകും നടപ്പാക്കുക. ആദ്യഘട്ടത്തിൽ ദേശീയ പ്രാധാന്യമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കോഴ്സുകൾ ആരംഭിക്കാനാണ് തീരുമാനം. ഓണക്കിറ്റ് സപ്ലൈകോയ്ക്ക് 34.29 കോടി രൂപ. ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ AY കാർഡ് ഉടമകൾക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ താമസക്കാർക്കും 13 ഇനം അവശ്യ സാധനങ്ങൾ ഉൾപ്പെടുത്തിയ സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നതിന് 34.29 കോടി രൂപ സപ്ലൈകോയ്ക്ക് അനുവദിച്ചു. റേഷൻ കടകൾ മുഖേനയാണ് വിതരണം. ആകെ 5,99,000 കിറ്റുകളാണ് വിതരണം ചെയ്യുക. വയനാട് ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യ ഓണക്കിറ്റ് നൽകാനും മന്ത്രിസഭ തീരുമാനിച്ചു. ശുഭദിനം. നന്ദി.